എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾക്ക് ഇപ്പോഴുള്ള ഗ്രഹഗോചരങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ വർഷത്തെ ഗോചരങ്ങളിൽ ഏറ്റവും അധികം ഭാഗ്യം അനുഭവിക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഒരു ഭാഗം പറയുന്നത്. മറ്റത്, ജ്യോതിഷം പലരും അന്ധവിശ്വാസമാണ്, ഇതിൽ ശാസ്ത്രീയതയൊന്നുമില്ല എന്നൊക്കെ കുറേ ആളുകൾ പറയാറുണ്ടെങ്കിൽ അവർക്ക് ജ്യോതിഷം അറിയുന്നതായിട്ടല്ല, അവർക്കിതിൽ വിശ്വാസമില്ല, അതുകൊണ്ട് അത് ശരിയല്ല. തനിക്ക് വിശ്വാസമില്ലാത്തതൊന്നും ശരിയല്ല എന്ന് വാദിക്കുന്ന പലരുമുണ്ട്. അപ്പം അതിൻ്റെ ശാസ്ത്രീയതയുടെ ഒരു തെളിവ് ഗണിതപരമായിട്ട്, ആശയപരമായിട്ട്, അതുപോലെ തന്നെ വ്യക്തമായിട്ട് വസ്തുതാപരമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ചില വിഷയങ്ങളുണ്ട് എന്ന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചില തെളിവുകൾ കൂടി പലതവണയായിട്ട് ഞാൻ പറഞ്ഞതിൽ ഇപ്പം അന്നേരം അതിൻ്റെ ഒരു കുറച്ച് ഇമേജ് കൂടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഈ നിത്യനിരന്തരമായിട്ട് നമ്മളൊരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനോടനുബന്ധമായിട്ട് എന്ത് കാര്യം വന്നാൽ നമ്മൾ അതിനോട് കൂട്ടിച്ചേർക്കാറുണ്ട്. എപ്പോഴും അനുഭവങ്ങൾ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് രണ്ടാമത് പറയാം. ആദ്യം ശനിയുടെ ഭാഗ്യം അനുഭവിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയിട്ട് പറയാം. അതിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇടവക്കൂറുകാർക്കാണ്. ഇടവക്കൂറുകാർ എന്ന് പറയുന്നത്, അവർക്ക് ശനി ചാരവശാൽ 11ലേക്ക് വരുന്നു, രാഹു 11ലാണ്, സൂര്യൻ 11ലാണ്, ഇനി വ്യാഴ ലഗ്നത്തിലാണ്, 2ലേക്കാണ് പോകേണ്ടത്. താരതമ്യേന നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു അനുകൂലമുള്ള രാശിക്കാരായിട്ട് ഇടവൻ രാശിക്കാർ, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണിയും മകീരത്തിൽ ആദ്യത്തെ 30 നാഴികയും ചേർന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. അവർക്ക് പൊതുവെ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങളെ അനുഭവിക്കേണ്ട ആളുകളാണ് എന്ന് പറയുന്നത്. ഈ ഗ്രഹത്തിൻ്റെ ഗ്രഹപ്പകർച്ച കൊണ്ട് ഇപ്പോഴുള്ള ഗ്രഹപ്പകർച്ച കൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾക്ക് എപ്പോഴും ജാതക ഫലം എന്ന് പറയുന്നത് ദശ, യോഗം, ഗ്രഹ, ഗോചരം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് നമ്മൾക്ക് ഏത് ദശാപഹാര ചിത്രങ്ങളൊക്കെയാണോ അതിനനുസരിച്ചിട്ടുള്ളൊരു ഫലം. ജാതകത്തിലൊരു യോഗമുണ്ട്, ആ യോഗത്തിനനുസരിച്ചിട്ടുള്ള ഫലം. അതൊക്കെ കൂടാതെ ഗ്രഹങ്ങൾ സഞ്ചരിച്ചിട്ട് ഇപ്പോഴെവിടെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാകുന്ന ഫലം. ഈ മൂന്നും സമന്വയിപ്പിച്ചിട്ടാണ് ഒരു ഫലത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഇതിനെ മൂന്നും ചേർത്ത് പറയണം എന്നാണ്. നമ്മൾക്കിപ്പോൾ എല്ലാവരുടെയും ജാതകം ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് നക്ഷത്രത്തെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, പല കാര്യങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിച്ച ആളുകൾക്കൊക്കെ വളരെയധികം ഗുണമുണ്ടാകുന്ന കാലഘട്ടമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഇപ്പോഴെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ സമയത്താണ് അവർക്ക് ഭാഗ്യാനുഭവങ്ങളെ തേടിപ്പോകേണ്ട സമയം. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ദശാപഹാര ചിത്രങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആണെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾക്ക് നല്ല സമയം ചീത്ത സമയം നോക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നിർബന്ധപൂർവം ഒരു പരീക്ഷ എഴുതണം എന്ന് വിചാരിക്കുക. പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ എഴുതും വേണം, അവർ നിശ്ചയിച്ച സമയത്ത് എഴുതും വേണം. അപ്പോൾ നമുക്കിതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഓർത്തിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാർത്ഥിക്കുക, പോവുക, എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാമല്ലോ, വേറെ മാർഗമൊന്നും നമ്മുടെ മുമ്പിലില്ല. പിന്നെ മറ്റൊരു രാശിക്കാരെന്ന് പറയുന്നത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ കർക്കിടകക്കൂറുകാർ. അവർക്ക് വലിയ ഭാഗ്യമൊന്നുമില്ലെങ്കിലും ശനിയെ കൊണ്ട് കുറച്ച് നാളായിട്ടുള്ള ദോഷം ഒന്ന് മാറുന്നുണ്ട്. അതൊരു ഗുണം തന്നെയാണ്. അപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള പറയേണ്ട വിഷയങ്ങളല്ല എങ്കിൽ പോലും ഇടവക്കൂറുകാരെ പറഞ്ഞ പോലെയുള്ള ഗുണങ്ങളില്ല. എന്നാലും താരതമ്യേന ശനിയുടെ ദോഷം ഒന്ന് മാറിയിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. അതുപോലെ തുലാവക്കൂറുകാർ, ചിത്തിര അവസാനത്തെ 30 നാഴിക, ചോതിയും വിശാഖത്തിൽ ആദ്യത്തെ 45 നാഴികയും ചേർന്നതാണ്. അവരെ സംബന്ധിച്ചിട്ടും ഈ പറയുന്ന അനുകൂലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിന് വ്യാഴം കൂടി മാറിക്കഴിഞ്ഞാൽ
വ്യാഴം 9ലേക്ക് മാറി ഒന്നും കൂടി നല്ലതാണ്. പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി അവർക്ക് നേടാൻ പറ്റും. ഗുണങ്ങളുണ്ടാവും. പ്രതീക്ഷിച്ചതൊക്കെ മുൻപിൽ വന്നു ചേരും എന്നൊക്കെയുള്ള തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നൊരു സമയമാണ്. കൂടാതെ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടത്തിൽ അവസാനത്തെ 15 നാഴികയും ഉത്രാടത്തിൽ അവസാനത്തെ 45 നാഴികയും തിരുവോണവും അവിട്ടത്തിൽ ആദ്യത്തെ 30 നാഴികയും ചേർന്നാണ് മകരക്കൂറ് എന്ന് പറയുന്നത്. ആ മകരക്കൂറുകാർക്ക് ഈ പറഞ്ഞ പോലെ കുറേ നാളുകളായിട്ട് 7.5 വർഷങ്ങളായിട്ട് നിൽക്കുന്ന 7.5 ശനി ഒന്ന് മാറുകയാണ്. ഇപ്പോൾ വ്യാഴം 5ലുമാണ്. താരതമ്യേന ഇപ്പം നല്ലതാണ്, കുറച്ച് കുഴപ്പമില്ലാത്ത സമയമാണ്. അപ്പോൾ ഇതൊന്നും കൂടാതെ വ്യാഴം മെയ് മാസം കഴിയുമ്പോഴേക്ക് 6ലേക്ക് പോകുന്നുണ്ട്. ആ സമയം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കാൻ പൊതുവെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. മറ്റൊരു കാര്യം എൻ്റെ അനുഭവമാണ്. അനുഭവം പറയുന്ന ജ്യോതിഷത്തിലെ അനുഭവങ്ങൾ നിത്യമായിട്ട് എപ്പോഴും എല്ലാ ദിവസവും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ അനുഭവങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ അനുഭവമായിട്ട് തന്നെ പറയാം. എൻ്റെ അടുത്ത് ഒരമ്മയും മകളും കൂടിയിട്ട് ജാതകം നോക്കാൻ വന്നു. അമ്മയും മകളും കൂടിയിട്ട് ജാതകം നോക്കാൻ വന്ന മകൾക്ക് ജ്യോതിഷത്തിൽ നല്ല താല്പര്യം. മകൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള മകളാണ്, നല്ല ജോലി ചെയ്യുന്ന മകളുമാണ്. അപ്പോൾ അവൾ വെറുതെ ജാതകം നോക്കി കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വെറുതെ തമാശയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ജാതകത്തിലൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോള് പറഞ്ഞു, എന്താ വിശേഷം? ഞാൻ പറഞ്ഞു, കാണിച്ചു തരാം. അപ്പോൾ ഇവളുടെ ജാതകം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ ജാതകത്തിൽ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അതെങ്ങനെ കാണിക്കാൻ പറ്റും? അതുണ്ട്. അതെങ്ങനെ ഉണ്ടാവുമെന്ന് ജാതകത്തിൽ, എൻ്റെ ജാതകമല്ലേ, അപ്പോൾ എൻ്റെ ജാതകത്തിൽ എങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുന്നു? ഞാൻ പറഞ്ഞു, ഇനി കാണിച്ചു തരുന്നൊരു ചാർട്ട് നോക്കൂ, ഇതൊന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഈ മോള് പറയുന്നത്, എൻ്റെ അനുജത്തിക്ക് ഇത് അച്ഛനും അമ്മയില്ലേ, അനുജത്തിൻ്റെ ജാതകത്തിൽ ഇത് അങ്ങനെ തന്നെ കിട്ടണ്ടേ? ഞാൻ ചിരിച്ചു. അപ്പോൾ അനുജത്തിൻ്റെ ജാതകത്തിൽ ഞാൻ കാണിച്ചു തരാം. അനുജത്തിൻ്റെ ജാതകത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്ത സമാനതകൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ ഈ പറയുന്നില്ലേ ജ്യോതിഷം എന്താ ലഗ്നസാപേക്ഷകത്വമാണ് ബന്ധങ്ങളെ അവതരിപ്പിക്കാനും ഫലങ്ങളെ അവതരിപ്പിക്കാനും ഏറ്റവും നല്ല ഒരു കാര്യം, ഏറ്റവും വേണ്ടുന്ന കാര്യം എന്നർത്ഥം. അപ്പം അതിനെ സംബന്ധമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അവസ്ഥകളെ, അതാണ് നമ്മളെപ്പോഴും ഈ പറയുന്ന കണ്ടെത്തലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. എപ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാനിത് കാണിച്ചുതരാം. അപ്പോൾ ആദ്യം അമ്മയുടെ ജാതകം ആണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത്. അമ്മയുടെ ജാതകത്തിൽ ഞാൻ ഇതിൻ്റെ ഇമേജ് ഇടാം. അമ്മയുടെ ജാതകം എന്ന് പറയുന്നത് കർക്കിടക ലഗ്നമാണ്. അപ്പോൾ ഈ കർക്കിടക ലഗ്നം എന്ന് വെച്ചാൽ അമ്മയുടെ ജാതകവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതാണ്. മക്കളുടെ ജാതകത്തിൽ നിന്ന് മാതാപിതാക്കളുടെ ജാതകത്തിലേക്കുള്ള യാത്ര ദ്വാദശാംശത്തിലൂടെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞതല്ല ഇത്, ഞാൻ ഉണ്ടാക്കി പറയുന്നതെന്ന് വിചാരിക്കണം. പരാശരഹോരയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, പല ഗ്രന്ഥങ്ങളിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആളുകൾ അത്രയൊന്നും പഠനം ചെയ്യാതെ അതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദ്വാദശാംശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയുടെ ജാതകത്തിലേക്ക് ഒരു പോക്ക് പോകാം. എങ്ങനെ പോകണമെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അതിൻ്റെ ഫലനിരൂപണ രീതി കുറച്ച് സങ്കീർണമാണ്. അത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ആ സമാനതകളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലഗ്നം എന്ന് പറയുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ആ ദ്വാദശാംശത്തിൻ്റെ ലഗ്നം മൂത്ത മകളുടേതും രണ്ടാമത്തെ മകളുടേതും അമ്മയുടേതും ഒന്ന് തന്നെയാണ്, നന്നായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളൂ. അച്ഛൻ്റെ ജാതകത്തിൽ ഇതിന് സമാനതകളുണ്ട്. പക്ഷെ അച്ഛൻ്റെ ജാതകം ഞാൻ ഇതിനകത്ത് വെച്ചില്ല, കാരണം എനിക്ക് അതിൻ്റെ ജനന സമയത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സംശയം ഉള്ളത് കൊണ്ടാണ് ഞാനത് വെക്കാതിരുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്ത ശേഷം മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അത് സമയത്തിൽ കൃത്യമല്ല, കാരണം അതിനകത്ത് ചില തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കൊരു സംശയം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഈശ്വരീയമായ ശാസ്ത്രം എന്ന് പറയുന്ന ജ്യോതിഷത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്ന അമ്മയുടെ ഗ്രഹനില കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് മക്കളുടെ 2 പേരുടെയും ദ്വാദശാംശവും കൂടി കൊടുക്കാം.
മൂന്നും കണ്ടിട്ട് നിങ്ങൾ പറയൂ എന്തൊക്കെയാണ് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ചില സമാനതകളെ കണ്ടെത്താൻ. കുറേ സമാനതകൾ അതിനകത്തുണ്ട്. നിങ്ങൾ കണ്ടെത്തിയ സമാനതകൾ നിങ്ങൾ യൂട്യൂബിലൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ ഈ ശാസ്ത്ര കുതുകികൾക്ക് ഇതൊക്കെ വളരെ വളരെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നായിട്ട് തരാം. അപ്പം അത് എല്ലാവർക്കും ഉപയോഗിക്കാം. മറ്റൊരു കാര്യം പറയേണ്ടത്, ജ്യോതിഷ പഠനം എന്നുള്ളൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ചില ആഴ്ചയിൽ ഒരിക്കൽ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം, കേട്ട് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്യും. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ടെലിഗ്രാമിൻ്റെ ലിങ്കിലേക്ക് പോകാം. നോക്കിയിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പോൾ അതിലുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക, അഭിപ്രായമൊക്കെ പറയുക, യൂട്യൂബിൻ്റെ അഭിപ്രായമൊക്കെ പറയുക. നമുക്ക് ശാസ്ത്രം എന്ന് പറയുന്നത് വെറും വിശ്വാസമല്ല, വിശ്വാസത്തിലുപരി അതിൽ വ്യക്തതകളുണ്ട് എന്ന് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. കാരണം നമ്മളൊക്കെ ജനിച്ച് മരിച്ചു പോകുന്ന ആളുകളാണ്. നമ്മൾ ആടേണ്ട ആട്ടമൊക്കെ ഇവിടെ ആടിയിട്ട് നമ്മൾ പോകും. എല്ലാവരും അത്രയേ ഉള്ളൂ. എത്ര വലിയ പണ്ഡിതനായാലും പണക്കാരനായാലും വിശ്വാസമുള്ള ആളായാലും ഇല്ലാത്ത ആളായാലും അത്രയേ ഉള്ളൂ. അതിനിടയിൽ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് നാളത്തെ ലോകത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മഹാഭാഗ്യം എന്ന് പറയണം. നമ്മൾക്ക് എന്തെങ്കിലും ഒരു മാർക്ക് ലോകത്തുണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ വലിയൊരു കാര്യമാണ്. അത് ഈശ്വര നിശ്ചയം കൂടി വേണം. സത്യത്തിൽ ഞാൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല, പലപ്പോഴും എനിക്കറിയില്ല എന്നുള്ളത് തന്നെയാണ് തോന്നാറുള്ളത്. പക്ഷേ ഈശ്വരൻ വിടില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ വിടില്ല. ഈശ്വരൻ കാണിച്ചു തന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് വെച്ചാൽ അത് ചെയ്യും. അതാണ് ജീവിതാനുഭവങ്ങൾ. എന്തായാലും എല്ലാവർക്കും ഈശ്വരീയമായ അവസ്ഥകൾ ഉണ്ടാകട്ടെ, ദൈവാധീനം ഉണ്ടാവട്ടെ, നല്ല കാലം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.